ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ ഒരു ഭക്തനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു തൊഴിലിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, അതായത് ഒരു ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഒരു തടസ്സം നേരിടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന ഈ ഒരു മന്ത്രം തുടർച്ചയായിട്ട് ജപിക്കാവുന്നതാണ്. എത്ര തവണ എന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് 3 മന്ത്രങ്ങൾ ഒരുമിച്ച് വേണം ചൊല്ലാനായിട്ട്. ഇത് കൃത്യമായിട്ട് എല്ലാ ദിവസവും നിങ്ങളൊരു സ്ഥാപനത്തിലേക്ക് കടക്കുമ്പോഴും അവിടെ ആദ്യം ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി തുടങ്ങുമ്പോഴും എപ്പോഴാണോ, അതായത് നിങ്ങളുടെ പ്രവൃത്തി തുടങ്ങുന്നതിന് മുൻപായിട്ട് എപ്പോഴാണോ അത് നിങ്ങൾക്ക് ഉരുവിട്ട് ആരംഭിക്കാം. അതിനുശേഷം എപ്പോഴും ഈ ഒരു മന്ത്രം നിങ്ങൾക്ക് ആദ്യത്തെ 2 മന്ത്രം ഏറ്റവും ആദ്യം തുടങ്ങുന്ന ദിവസം ഏറ്റവും ആദ്യം ചൊല്ലുക. അതിനുശേഷം 3ാമത്തെ മന്ത്രം ചൊല്ലി തുടങ്ങുക. ഇങ്ങനെ തുടർച്ചയായി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം ഉയർച്ച നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ചുരുങ്ങിയത് ഒരു 12 ദിവസത്തെ സാവകാശമെങ്കിലും കൊടുക്കണം. അതുവരെ നിങ്ങൾ വരാനിരിക്കുന്ന ബിസിനസ് ലാഭത്തെക്കുറിച്ചിട്ടും അതിനുവേണ്ട കാര്യങ്ങളെക്കുറിച്ചിട്ടുമുള്ള കാര്യങ്ങൾ ചെയ്തു വയ്ക്കുക. എന്തെങ്കിലും തടസ്സം തോന്നുന്നുണ്ടെങ്കിൽ മനസ്സ് ഉറച്ച് സ്വാമിയെ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. അപ്പോൾ അതിനുള്ള ഓരോരോ മാറ്റങ്ങൾ, കാര്യങ്ങൾ നിങ്ങൾക്ക് കണ്ടു തുടങ്ങും. ഇനി ആദ്യമായിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകുന്നതെങ്കിൽ വളരെ വൃത്തിയോടും ശുദ്ധിയോടും കൂടി കുളിച്ച് നല്ല വസ്ത്രമണിഞ്ഞ് ഭഗവാന് പൂക്കളോ അല്ലെങ്കിൽ മധുരപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ സമർപ്പിച്ച് വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം ഭഗവാന് ഇന്നൊരു കാര്യം സമർപ്പിക്കുക. ഞാൻ ഈ ഒരു കാര്യം ആണ് പ്രാർത്ഥിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, എനിക്ക് ഈ ഒരു കാര്യമാണ് ആവശ്യം എന്ന് പറഞ്ഞ് അത് സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങാം. തുടർന്നങ്ങോട്ട് ഇത് ഒരു ശീലമാക്കിയെടുക്കുക. അതായത് രാവിലെ നിങ്ങൾ വരുന്നു, കുളിച്ച് നല്ല വൃത്തിയായിട്ട് പൂക്കളും അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിയുന്ന വെച്ചാൽ അത് സമർപ്പിച്ചതിന് ശേഷം പ്രാർത്ഥന ആരംഭിക്കാം. ആദ്യം നിങ്ങൾ ചൊല്ലേണ്ട മന്ത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓം ശ്രീ വിഷ്ണുമായേ നമഃ, ഓം ശ്രീ വിഷ്ണുമായേ നമഃ. രണ്ടാമത്തേതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓം ശ്രീ വിഷ്ണുമായ കുട്ടി ചാത്തനായ നമഃ, ഓം ശ്രീ വിഷ്ണുമായ കുട്ടി ചാത്തനായ നമഃ. ഈ 2 മന്ത്രവും ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നീട് ചൊല്ലേണ്ട മന്ത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓം മംഗള സ്വരൂപായ നമഃ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മംഗളമാക്കി തരണം, എല്ലാ കാര്യങ്ങളും സക്സസ് ചെയ്യാനായിട്ട് സാധിക്കണം, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം. സദാ നമ്മൾ ഏതൊരു മന്ത്രം ചൊല്ലുമ്പോഴും നമ്മൾ ആദ്യം വിചാരിക്കേണ്ടത് അല്ലെങ്കിൽ ആദ്യം നമുക്ക് ലഭിക്കേണ്ടത് ഏത് ഭഗവാനാണോ പ്രാർത്ഥിക്കുന്നത് ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കണം എന്നാണ്. അപ്പോൾ പ്രാർത്ഥനയിലുടനീളം അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് മനസ്സാൽ വിചാരിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥനകൾ ആരംഭിക്കാവുന്നതാണ്. ഒരു 12 ദിവസമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള മാറ്റങ്ങൾ തുടങ്ങും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പേഴ്സണലി അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. കൃത്യമായിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വാട്സപ്പിൽ കിട്ടും. ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. നന്ദി, നമസ്കാരം.